ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ, അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ, സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ഭൂമിയിൽ അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിലെ ജീവിതം നമുക്കൊരു ടെസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് ആ ടെസ്റ്റിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളവരാണോ എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുവാനുള്ള എല്ലാ സന്ദർഭവും നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നാം ജീവിച്ചു കൊള്ളണം. എന്ത് ദൈവം നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യുവാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. കാരണം എങ്കിലേ ടെസ്റ്റ് പാസ്സാകുമോ അല്ലയോ എന്ന് മനസ്സിലാക്കത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഇതുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയതുമായുള്ള അതിൻ്റെ തുടർച്ചയാണ്. എന്നാൽ ടൈറ്റിൽ മാത്രം ഒരല്പം വ്യത്യാസമുണ്ട്. ഈ ടൈറ്റിലാണ് കിങ്ഡം മെസ്സേജ് ഈസ് നോട്ട് ഫോർ എവരി വൺ. ദൈവരാജ്യത്തിന്റെ സന്ദേശം എല്ലാവരോടും പറയുമെങ്കിലും അത് എല്ലാവർക്കും ഉള്ളതല്ല. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സന്ദേശം എല്ലാവരോടും പറയുമെങ്കിലും ദൈവരാജ്യത്തിന്റെ സന്ദേശം എല്ലാവർക്കും ഉള്ളത് അല്ല. ദൈവരാജ്യത്തിന്റെ സന്ദേശം ഒരുപക്ഷേ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും കേൾക്കുമെങ്കിലും കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതും, നിങ്ങൾ ഈ പർവ്വതം ചുറ്റിയതും മതി, വടക്കോട്ട് തിരിയുവിൻ, ഇതുമായുള്ള ബന്ധത്തിൽ, അത് പഴയ നിയമത്തിൽ, ഇത് പുതിയ നിയമവുമായുള്ള ബന്ധത്തിൽ നാം ഇത് മനസ്സിലാക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ കർത്താവ് ഉപമകളിലൂടെ കാര്യങ്ങളെ അറിയിച്ചുകൊണ്ട് പോവുകയാണ്. ഉപമകൾ കൂടാതെ കർത്താവ് ഒന്നും പറയുന്നില്ല. ശിഷ്യന്മാരെ വണ്ടറായിട്ട് പോയി ചോദിക്കുകയാണ്, എന്തേ ഈ ഉപമകളിലൂടെ മാത്രം പറയുന്നേ? അങ്ങ് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞുകൂടെ? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഇതൊക്കെ എന്ത് പ്രസംഗമാണ്, യേശു പ്രസംഗിച്ച പ്രസംഗം സിമ്പിൾ പ്രസംഗമല്ലേ യേശുവിൻ്റെതൊക്കെ, ചുമ്മാ പറയാൻ കൊള്ളാം. യേശു പ്രസംഗിച്ച സംഭവം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. ചുമ്മാ പടം അടിക്കുക. ഗ്ലോറി. അങ്ങനെയല്ല സഹോദരങ്ങളെ. ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഒന്നാമത് എല്ലാവർക്കും ഉള്ളതല്ല. പിന്നെ മനസ്സിലാക്കണമെങ്കിൽ വ്യക്തിപരമായി യേശുവിനോട് പോയി ചോദിക്കണം, അല്ലാതെ മനസ്സിലാകത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. അതിൻ്റെ 3-ാം വാക്യത്തിൽ, അവൻ അവരോട് പലത് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, ഉപമകളായാണ് പ്രസ്താവിക്കുന്നത്. ഗ്ലോറി. ഇനി ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഉപമ കൂടാതെ ഒന്നും പറഞ്ഞില്ല. എല്ലാം ഉപമകളായിട്ടാണ് പറയുന്നത്. എൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഒന്ന്, ഇതൊരു പ്രവചന വിഷയമാണ്. 2, ഇത് എല്ലാവർക്കും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും കൊടുത്തിട്ടില്ല. നമ്മളാണ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പാടുപെടുന്നത്. എല്ലാവരോടും അറിയിക്കും, പക്ഷെ എല്ലാവർക്കും ലഭ്യമല്ല. താഴെ എഴുതിയിരിക്കുകയാണ് 35-ാം വാക്യം, ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുക. പഴയ വിശുദ്ധന്മാർക്ക് മനസ്സിലാകാതെ മറഞ്ഞു കിടക്കുന്ന ഈ സംഭവം മനസ്സിലാക്കുവാൻ തക്കണം ഉപമകളായി പ്രസ്താവിക്കും. ഇത് ഗൂഢമായതാ, ഇത് മിസ്റ്ററീസ് ആണ്, ഗൂഢമായത്. അവർ എഴുതിയിരിക്കുകയാണ് 13:10, മത്തായി 13:10. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്നു. അതിൻ്റെ അർത്ഥം ഒരു സന്ദേശം കഴിഞ്ഞു. ആർക്കും ഒരു പിടുത്തോ കിട്ടിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള സന്ദേശമാണ്.
വിധക്കാരന്റെ ഉപമയാണ്. ആർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. ശിഷ്യന്മാർ അടുക്ക വന്നു. അവരോട്, സോറി എഴുതിയിരിക്കുന്നത് തെറ്റാണ്, അവനോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഗ്ലോറി, ഉപമകളായി സംസാരിക്കുന്നതിന്റെ കാര്യം എന്താ? അപ്പോ യേശു അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ, കിങ്ഡം ഓഫ് ഹെവന്റെ സീക്രട്സ്, മർമ്മങ്ങൾ, മിസ്റ്ററീസ് അറിവാൻ നിങ്ങൾക്ക് അതായത് ഈ പുരുഷാരത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എൻ്റെ അടുക്കൽ പോകുന്നില്ലേ, നിങ്ങൾക്ക്, പ്രസംഗം കഴിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഗ്ലോറി, ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. ഒരു ഗ്രൂപ്പ് ആളുകൾ, ആ ഗ്രൂപ്പ് ആളുകളിൽ കർത്താവ് പ്രസംഗിച്ചു, പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല. ഇനി ആ ഗ്രൂപ്പിൽ പ്രസംഗം കഴിഞ്ഞ് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു കൂട്ടം ശിഷ്യന്മാർ 12 പേര് അടർന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, ഉപമകളായി സംസാരിക്കാൻ എന്ന് ചോദിച്ചപ്പോ, ഇത് ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു, പക്ഷേ അവർക്ക് ലഭ്യമല്ല, അവർക്കത് ലഭിച്ചിട്ടില്ല. ഈ ഒരു ശുശ്രൂഷ നമുക്ക്, ഇത് പുതിയ നിയമത്തിലെ ശുശ്രൂഷയാ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ ആ സന്ദേശത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായ. അതായത് ആ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ക്രിസ്തീയ ജീവിതം ഒരു ക്യാമ്പല്ല, ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. ക്രിസ്തീയ ജീവിതം ഒരു ക്യാമ്പല്ല, അതൊരു യാത്രയാണ്. ഈ സന്ദേശം ദൈവം കൊടുത്തത് എല്ലാവർക്കും അല്ല, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമേ കൊടുത്തുള്ളൂ. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമേ കൊടുത്തുള്ളൂ. എല്ലാവർക്കും എല്ലാ സന്ദേശവും ഇല്ല. ശ്രദ്ധിച്ചേ, നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ കാലത്തെ നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാ. കയറി ചെല്ലുമ്പോൾ ഇതാ തോട്ടക്കാരൻ വാതിൽക്ക് നിൽക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ അവിടെ ഒരു വളത്തിൻ്റെ ചാക്ക് കാണുകയാ. കയറി ചെല്ലുന്ന വഴിക്ക് വളത്തിൻ്റെ ചാക്ക് ഇരിക്കുന്നു. തോട്ടക്കാരോട് എന്നാ പറയും? ഈ ചാക്ക് ഇവിടെ അല്ല വെക്കേണ്ടത്, അങ്ങോട്ട് മാറ്റി വെക്കേ. നിങ്ങൾ അകത്തേക്ക് പോയി ഉടനെ തന്നെ സെക്രട്ടറി മുമ്പിലിരിക്കുന്നു. ആ സെക്രട്ടറിയോട് നിങ്ങൾ പറയാൻ പോണത് ഇതേ സന്ദേശമാണോ? അല്ല, ഇതേ ചാക്കിരിക്കുന്നു, വളത്തിൻ്റെ ചാക്ക് മാറ്റി വെക്കാനല്ല പറയുന്നത്. സെക്രട്ടറിയോട് ചിലപ്പോൾ പറയാൻ പോകുന്നത്, ഇന്നലെ ഞാൻ തന്ന കവറ് ഇന്ന കൊറിയറുകാരെ വിളിച്ചിട്ട് ഇന്ന വ്യക്തിക്ക് അയക്കേ. ഇത് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോകുമ്പോൾ ഉടനെ വിളിച്ചു പറയും, മാനേജറുടെ റൂമിലേക്ക് വരാൻ പറ. അപ്പോൾ തോട്ടക്കാരനോട് പറയുന്ന സന്ദേശമല്ല സെക്രട്ടറിയോട് പറയുന്ന സന്ദേശമല്ല അകത്തേക്ക് വരുന്ന മാനേജറോട് പറയാൻ പോണേ. എല്ലാവർക്കും സന്ദേശങ്ങൾ വേറെ വേറെയാ. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളുടേതായ ലെവൽ അനുസരിച്ച് സന്ദേശങ്ങളെ വേറെ വേറെയായി അറിയിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ നാം കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയ ഒരു സന്ദേശമുണ്ട്. യഹോവയായ ദൈവം ഇതാ മോശയോടും കൂട്ടരോടും പറയുന്ന രംഗമാണ്, ഇനിയും ഈ സെയീർ പർവ്വതം ചുറ്റിക്കറങ്ങുന്നത് മതി, നിർത്ത്. അതായത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കനാനിലേക്ക് യാത്ര പോകുന്ന ജനം ഇതാ യാത്രയുടെ ഇടയിൽ വെച്ച് യാത്ര നിന്നു. ഏറിയ നാൾ സെയീർ പർവ്വതം ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും യാത്രയാ, പക്ഷേ അഡ്വാൻസ്മെന്റ് ഇല്ല. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം പോലെയാണ്. എപ്പോഴും പ്രവർത്തനവും തിരക്കുമാണ്, ഒന്നിനും സമയമില്ല. പക്ഷെ ആത്മീകമായ അഡ്വാൻസ്മെന്റ് ഇല്ല, ആത്മീകമായ വളർച്ചയില്ല. ഗ്ലോറി. പക്ഷെ ഒരു കൊച്ചു കൂട്ടർക്ക് ദൈവം അത് കൊടുക്കാൻ തയ്യാറാണ്. ഒരു കൊച്ചു കൂട്ടരോട് പറയാണ്, ഇനിയും നിങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന പരിപാടി നിർത്തിയിട്ട് വളരാനായിട്ട് നിങ്ങൾ വടക്കോട്ട് തിരിവിൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് തിരിവിൻ. അവർക്കാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം, എല്ലാവർക്കും ഇല്ല. ശ്രദ്ധിച്ചേ, ദൈവം എപ്പോഴാണ് ഈ സന്ദേശം പറഞ്ഞെന്നറിയാമോ?
ലോകസ്നേഹികളായ, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന, ലോക ദർശനം വെച്ച, ഈജിപ്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച, ഈജിപ്ത് ദർശനം വെച്ച സകലരെയും ഈ 40 വർഷം കൊണ്ട് ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു. ആ തള്ളിയിട്ടതിന് ശേഷമാണ് ദൈവം പറയുന്നത് ബാക്കിയുള്ളവരോട്, ഇനി സെയീർ പർവ്വതം ചുറ്റിയത് മതി, വടക്കോട്ട് കനാൻ ദേശത്തേക്ക് തിരിയുക. ശ്രദ്ധിച്ചേ, ശിഷ്യന്മാര് ഒരു വലിയ കൂട്ടത്തിന്റെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. ഉപമകളായിട്ടേ പറയുന്നുള്ളൂ, അല്ലാതെ ഒന്നും പറയുന്നില്ല. എന്താ ഉപമകളായി പറയുന്നതിന്റെ കാരണം? ഉപമകളായി പറയുന്നതിന്റെ കാരണം ഇവർക്കിത് മനസ്സിലാക്കുവാനുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, നിങ്ങൾക്കേ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ആവർത്തനം, ഡിട്രോണമി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, അതിന്റെ 2-ാം വാക്യത്തില്, 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തിൽ ചുറ്റി നടന്നു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തിൽ ചുറ്റി നടന്നു. പിന്നെ യഹോവ കൽപ്പിച്ചത്. അപ്പോൾ ഈ സെയീർ പർവ്വതത്തെ ചുറ്റി നടക്കുന്ന നാളിൽ ഈ സന്ദേശം ഇല്ല. സെയീർ പർവ്വതം ചുറ്റി നടക്കുന്ന നാളിൽ ഈ സന്ദേശം ഇല്ല. അതവിടെ നിന്ന് വിട്ടുപോകാൻ പോകുന്ന ജനത്തോടാണ് ഈ സന്ദേശം. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുവിൻ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുക, കനാൻ ദേശത്തേക്ക് തിരിയുക. ഈ സന്ദേശം ഇതിനു മുമ്പ് ഇല്ലാത്തതിന്റെ കാരണം എന്നറിയാമോ? ഇതിനു മുമ്പ് 40 വർഷം ഇവർ കയറിയിട്ട് 40 വർഷമായി ഈ സന്ദേശം അവിടെ ഇല്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, അനുസരണം കെട്ട ഒരു പറ്റം ജനം, ഈജിപ്ത് ദർശനമാക്കിയ, ലോക ദർശനമാക്കിയ ഒരു പറ്റം ജനം ഇവരുടെ കൂടെയുണ്ട്. ഇവരെ മുഴുവൻ മരുഭൂമിയിൽ തള്ളിയിട്ട് അവസാനിപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ളവർക്ക് സന്ദേശം കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി 7-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവരോട് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതാ 7-ാം വാക്യത്തിൽ 40 വർഷം അവരുടെ മരുഭൂമി യാത്ര. ഈ 40 വർഷം തികഞ്ഞിട്ടാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയിരുന്നു. അതിന്റെ അർത്ഥം എത്ര നാൾ നടപ്പ് കഴിഞ്ഞു? 40 വർഷത്തെ നടപ്പ് കഴിഞ്ഞിട്ടാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ഈ 40 വർഷം കൊണ്ട് എന്താ നടന്നേ? പിറുപിറുക്കുന്ന ലോകസ്നേഹികളായ, ഈജിപ്തിനെ സ്നേഹിക്കുന്ന ജനത്തെ മുഴുവൻ അവർ വീണതല്ല, അവരെ തള്ളിയിട്ടു. പക്ഷെ ആ മനുഷ്യർ ചിന്തിക്കും വീണതാണ്, അല്ല, തള്ളിയിട്ടതാ. ഗ്ലോറി. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യൻ 10-ാം അധ്യായം, 1 കൊരിന്ത്യൻസ് അതിന്റെ 10-ാം അധ്യായം, അവിടെ എഴുതിയിരിക്കുകയാണ്. ഇതാ അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. ദൈവിക സംരക്ഷണമാണ് കാണിക്കുന്നത്. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു, നാം ക്രിസ്തുവിനോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇനി ശ്രദ്ധിച്ചേ, എങ്കിലും, അപ്പൊ എല്ലാവരും ഒരേപോലെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. എങ്കിലും അവരിൽ, ഈ അനുഭവിച്ചവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇത് ശ്രദ്ധിച്ചോളണം, നമ്മൾ വീഴുന്നതല്ല, തള്ളിയിടുന്നതാ. കാരണം ഒരു സമയം അനുസരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തരും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സത്യത്തെ സ്നേഹിച്ച് അനുസരിക്കായിക കൊണ്ട് തുടർന്ന് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ ആരയക്കുന്നു? ദൈവം അയക്കുന്നു. മനസ്സിലായോ? അവർ സത്യം കൊടുത്തിട്ട് സത്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവർക്ക് അതിലേക്ക് പോകാൻ മനസ്സില്ല. കാരണം അവരുടെ ദർശന ലോകമാണ്.
തുടർന്ന് അവർക്ക് ശിക്ഷ വരേണ്ടതിന് ബോഷ്കിന്റെ ആത്മാവിനെ ദൈവം അയക്കുന്നു. വളരെ ശ്രദ്ധിച്ചോളണം, അവിടെയാണ് ദൈവം തള്ളിയിടുന്നത്. അപ്പോ എന്തുകൊണ്ട് അനുസരിക്കാൻ കഴിയുന്നില്ല? എൻ്റെ അപ്പനോട് എനിക്ക് സ്നേഹമുണ്ട്, എൻ്റെ അപ്പൻ എനിക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ദൈവത്തെ എന്തുകൊണ്ട് അനുസരിച്ചുകൂടാ? ഇങ്ങനെ കണ്ണടച്ച് എൻ്റെ ദൈവം എൻ്റെ ചിന്തയിൽ ദോഷമായ കാര്യമാണ്, പക്ഷെ ഞാൻ അനുസരിക്കാൻ പോവാ, കാരണം എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമാണ്. ഗ്ലോറി, ഇതാണ് അബ്രാഹത്തിന്റെയൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞത് ദോഷമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് കാത്തിരുന്ന് 25 വർഷം കൊണ്ട് കിട്ടിയ മകനെ ഇത്രയും വളർത്തിയെടുത്തില്ലേ, അവനെ ഞാൻ കൊന്നേര്, എനിക്ക് വേണ്ടി ഞാൻ കൊന്നേര്. മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത്ര ദുഷ്ടനായ ഒരാള് വേറെ ഉണ്ടോ? നമ്മളാണെങ്കിൽ വേണമെങ്കിൽ 10 പേരോട് ടെലിഫോൺ ചെയ്തുകൂടി പറഞ്ഞേനെ. ഉടനെ തന്നെ ഈ എബ്രഹാം എന്താ ചെയ്തേ? എബ്രഹാം ദൈവത്തോടുള്ള സ്നേഹമാ. ഈ ദൈവത്തിന് എനിക്ക് തരാൻ ദോഷം ഒന്നുമില്ല. ഈ കുഞ്ഞിനെ തന്നത് ആരാ? ദൈവം തന്നെയാ. ആ കുഞ്ഞിനെ ബലി കഴിക്കുവാൻ, യാഗം കഴിക്കാൻ എബ്രഹാം തയ്യാറായി. ഇതാണ് എബ്രഹാമിന്റെ ജയം. നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ 100 കൂട്ടം അവലോകനം ചെയ്തിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ? ഈ ഒരു രീതിയിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങണം. അല്ലാണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ പോകരുത്. പലരും പരീക്ഷിച്ചു, സർപ്പത്താൽ കടിയേറ്റു, പല പല ബാധകളേറ്റു. ദൈവത്തെ നാം കണ്ണടച്ച് വിശ്വസിക്കുക. നമുക്ക് തരാൻ ദോഷം ഒന്നുമില്ല. ദോഷം ഉണ്ടാണെങ്കിൽ പിന്നെ നമ്മളെ സൃഷ്ടിച്ചു വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കാം. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, ഒരു സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കും. ആ സമയം നാം അനുസരിക്കുന്നില്ല എങ്കിൽ ഇതാ ദൈവത്തിന് നിർബന്ധമാണ്. കാരണം ഈ ഭൂമി ദൈവത്തിന്റെ എക്സാമിനേഷൻ ഹോളാ, ശിക്ഷ വരണമെന്നുള്ളത്. ഗ്ലോറി. പിന്നെ ബോഷ്കിന്റെ ഒരു സന്ദേശം വരുമ്പോൾ നാം അതിൽ വിശ്വസിക്കാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ ആരും വീണു പോകരുത്. ഇന്ന് നമുക്ക് നല്ല സമയമാ. ദൈവം ആ നല്ല സമയം നമുക്ക് നൽകിയിരിക്കുന്നു. നാം അത് വിശ്വസിക്കുക. ഈ ഭൂമിയിൽ കാണുന്ന ഒന്നും സ്ഥിരമല്ല. ഇതെല്ലാം ഒരു മായയാ. ഗ്ലോറി. ഇതെല്ലാം താൽക്കാലികമാ. ഇതൊന്നും നാം ഇനി കാണില്ല. നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ഇവിടെ ശരീരം വിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നും. ഞാൻ ഇന്നോടത്ത് ഇന്ന നാട്ടില്, ദുബായില്, എറണാകുളത്ത്, സിഡ്നിയില്, ഇത് സ്വപ്നമാണോ? അങ്ങനെയായിരിക്കും നമുക്ക് തോന്നിപ്പോകുന്നത്. പക്ഷെ തുടർന്നുള്ള ജീവിതം നിത്യമാണ്. തുടർന്നുള്ള ജീവിതം നിത്യമാണ്. മനസ്സിലായോ? ഇതൊരു എക്സാം മാത്രമാ. അതുകൊണ്ടാണ് പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുന്നത്. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധിയിൽ നിൽക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്ന് പറയുന്നത്, ദൈവം എപ്പോഴും ഒരു കൂട്ടത്തോട് സംസാരിക്കുമെങ്കിലും യഥാർത്ഥ സന്ദേശം ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇല്ല, അനുസരിക്കാൻ മനസ്സുള്ളവർക്കേ ഉള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് 40 വർഷം അനുസരിക്കാൻ മനസ്സില്ലാതെ ലോകത്തിന്റെ ദർശനവുമായിട്ടിരുന്നവരെ ദൈവം തള്ളിയിട്ടതിന് ശേഷമാണ് ദൈവം പറയുന്നത്, ഇതാ ഇനി സെയീർ പർവ്വതം ചുറ്റിയത് മതി, നിങ്ങളുടെ അവകാശത്തിലേക്ക് തിരിയുക. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളെ, ഈ ഒരു സന്ദേശം മറക്കരുത്. ഇനി ശ്രദ്ധിച്ചോ, അബ്രഹാം ലോത്തും കൂടി യാത്ര തിരിച്ചു. ദൈവത്തിനൊരു സന്ദേശം പറയാനുണ്ട് അബ്രഹാത്തിനോട്. പക്ഷെ ദൈവം പറയൂല. ദൈവത്തിനൊരു സന്ദേശം അബ്രഹാത്തിനോട് പറയാനുണ്ട്. കാരണം നീ നിന്റെ അവകാശം കൈവശമാക്കിക്കൊള്ളാൻ പറയുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നില്ല. കാരണം ഇത് രണ്ടുപേർക്കും കൂടെയുള്ള സന്ദേശമല്ല. ഒരു പാർട്ടിക്കാർ പോയാലേ ഈ സന്ദേശം പറയൂ. ഹലോ, പിടുത്തം കിട്ടുന്നുണ്ടോ? ഇത് ലോത്തിനും അബ്രഹാത്തിനും കൂടിയുള്ള സന്ദേശം അല്ലെന്നേ. ലോത്തിനും അബ്രഹാത്തിനും കൂടിയുള്ള സന്ദേശം അല്ല. ലോത്ത് പോയാലേ അബ്രഹാത്തോട് ഇത് പറയൂ. ഗ്ലോറി, പിടുത്തം കിട്ടുന്നുണ്ടോ? ലോത്ത് പോയാലേ പറയൂ. രണ്ടുപേർ കൂടി ഇല്ല. ലോത്ത് വിശുദ്ധനാണ്, അബ്രഹാം വിശുദ്ധനാ. പക്ഷെ രണ്ടുപേരുടെ വിശുദ്ധിക്ക് വ്യത്യാസമുണ്ട്.
അബ്രഹാം പൂർണ്ണമായും ദൈവത്തെ നോക്കുന്നവനാ. ദൈവം പറഞ്ഞ അനുസരിച്ച് മൂവ് ചെയ്യത്തുള്ളൂ. ദൈവം പറഞ്ഞാൽ തന്റെ കുഞ്ഞിനെ പോലും കൊടുക്കാൻ തയ്യാറാ. പക്ഷെ മറ്റേ പുള്ളി അങ്ങനെയല്ല, ഭാര്യ പുറകിൽ മൂവ് ചെയ്യിക്കുന്നത്. ഗ്ലോറി. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. ഇതാ ലോത്തിന്റെ സ്നേഹം ലോകത്തിലേക്കായിരുന്നു. ലോകത്തിലുള്ള തെരഞ്ഞെടുത്തു, സോദോമിലുള്ളത് തെരഞ്ഞെടുത്തു. ഈവൻ ദൂതൻ വന്നിട്ട് ഇവരെ രക്ഷിക്കാൻ നോക്കിയിട്ട് പോലും അവർ എഴുതിയിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങാൻ വരണില്ല. അവസാനം ദൂതൻ കൈ പിടിച്ച് വലിച്ച് പുറത്തിറങ്ങേണ്ടി വന്നു. ഗ്ലോറി. ചിലരൊക്കെ ഇങ്ങനെ ഓടിച്ചാലും ഓടത്തില്ല, വലിച്ചു പുറത്തേക്ക് ഇടുകയാ. പക്ഷെ ഈ ഓട്ടത്തിൽ ഓടാൻ പറ്റുന്നുണ്ടോ? ഭാര്യ പുറയിലേക്ക് പിടിക്കുക. അവസാനം ഈ സഹോദരൻ ഒരു തീരുമാനം എടുത്തു, ഇനി ഞങ്ങൾ രണ്ട് വഴിയാ. സഹോദരി പോയ വഴിക്ക് ഇനി ഞാനും പോയാൽ എൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇതാ രണ്ടാകാൻ തീരുമാനിച്ചു. സഹോദരി പെട്ടുപോയി, സഹോദരൻ ദർശനത്തിലേക്കും പോയി. ശ്രദ്ധിച്ചോളണം, ദൈവം ആഗ്രഹിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകണമെങ്കിൽ പലതിനെയും വിട്ടുതിരിയേണ്ടതായിട്ട് വരും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഇപ്പൊ എവിടെ കിടന്ന വട്ടം കറങ്ങണേ? നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ കിടന്ന ഈ വട്ടം കറങ്ങണേ. സഹോദരന്മാരുടെ ഇടയിൽ കിടന്ന് വട്ടം കറങ്ങുക. നീ നിന്റെ സഹോദരന്മാരുടെ ഇടയിലൂടെ കടക്കണം. സഹോദരന്മാരുടെ ഇടയിലൂടെ കടക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, എങ്കിലേ സന്ദേശം വരത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം അവരെഴുതിയിരിക്കുകയാണ്. വ്യക്തമായ സന്ദേശം ശ്രദ്ധിച്ചേ. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം, അതിനു മുമ്പ് ഈ സന്ദേശം ഇല്ല. കാഴ്ച ജീവിക്കുന്ന ലോക സ്നേഹമുള്ള ഒരു ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് വിട്ടുപിരിഞ്ഞ ശേഷമേ ഈ സന്ദേശം തരൂ. ഗ്ലോറി. ഹല്ലേലൂയ. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. നേരത്തെ മോശയോട് അരുളി ചെയ്യുകയാണ്, ഇനി കലക്ക് നിർത്തി, നീ ഈ സഹോദരന്മാരുടെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ, ഇത് അവർക്കുള്ള അവകാശമാണ്. പക്ഷെ നിനക്കുള്ള അവകാശം ഇതല്ല, നീ അവകാശത്തിലേക്ക് കനാലിലേക്ക് തിരിയുക. ഇവിടെയും പറയാണ്, ലോത്ത് അബ്രഹാമത്തെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. എന്തിന്? നിന്റെ അവകാശത്തിലേക്ക് കടക്കുക. ഗ്ലോറി. കാരണം മറ്റേ വ്യക്തിക്ക് ഇതല്ല അവകാശം. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച് തലപൊക്കി നോക്കി, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് സന്തതിക്കും ശാശ്വതമായി തരും. ഹല്ലേലൂയ. ഇതാണ് അബ്രഹാത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവം ഭൂമിയെ അബ്രഹാമിന് എഴുതി കൊടുത്തു. ഹലോ, കേട്ടോ? ദൈവം ഈ ഭൂമിയെ അബ്രഹാമിന് എഴുതി കൊടുത്തു. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് അവന്റെ സന്തതിക്ക് ലഭ്യമായി. ഹലോ, ഇനി ആ അബ്രഹാമിന്റെ സന്തതിയായി ഭൂമിയെ വാഴാൻ പോകുന്നത് ക്രിസ്തുവിൽ നാം അതിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. പക്ഷെ ആര് പോണമായിരുന്നു ഈ സന്ദേശം കേൾക്കാൻ? ലോക ദർശനമുള്ള വ്യക്തി പോകണമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ സന്ദേശം കേട്ടത് ഇപ്പോഴല്ലേ? ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, മനസ്സിലാക്കിക്കൊള്ളണം, ചില സപ്രേഷനുകൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വന്നു കഴിയുമ്പോൾ മാത്രമേ ദൈവം ഈ സന്ദേശം നമുക്ക് തരത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ ലഭ്യമല്ല. ഹലോ, എത്രമാത്രം കർത്താവിനെ സ്തുതിക്കണം, എത്രമാത്രം കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഗ്ലോറി. ഇവിടെയാണ് വ്യത്യാസം പ്രിയ സഹോദരങ്ങളെ. ജനനത്തിൽ ചിലപ്പോൾ ഒരപ്പന്റെ മക്കളായിരിക്കും, പക്ഷെ സ്വർഗീയ കുടുംബത്തിലേക്ക് വരുമ്പോൾ പരസ്പരം പിരിയാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ഇതുമായുള്ള ബന്ധത്തില് ലോർഡ് ഐ ലവ് യു. ഇതാ വാഗ്ദത്തം മുഴുവൻ അബ്രഹാത്തിനാ. ഇവിടെ പറയുകയാണ്, നമ്മൾ വായിച്ച ഭാഗം ആവർത്തനം 2:4 പറയുകയാണ്, you are about to pass through the coast of your brethren. നീ
നിന്റെ സഹോദരന്മാരുടെ അതിരിലൂടെ ശ്രദ്ധിച്ചേ, സഹോദരന്മാരുടെ ഏശാവിന്റെ അതിരിലൂടെ നീ കടക്കാൻ പോവുകയാണ്. അവിടെ കിടന്ന് ചുറ്റിയതും മതി. സെയീർ പർവ്വതം ഏശാവിന് അവകാശമായി കൊടുത്തിട്ടുള്ളതാ. അതായത് നിത്യമായി ഇതിനെ വിറ്റ് താൽക്കാലികമായി വാങ്ങുന്നവന്, ലോകദർശനക്കാരന് അവകാശമാണ്. ഗ്ലോറി നിനക്കുള്ളതല്ല, നിനക്കുള്ളത് കനാൻ ദേശമാണ്. അപ്പോ ഈ യാത്രയില് ഈ സെയീർ പർവ്വതത്തിന് ചുറ്റും, ഈ ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയിൽ സെയീർ പർവ്വതത്തിന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 40 വർഷം കഴിഞ്ഞു. 40 വർഷം കൊണ്ട് അനുസരണം കേട്ടവരെല്ലാം ദൈവം തള്ളിയിട്ടു. ഇനിയാണ് അവർക്ക് സന്ദേശം കൊടുക്കുന്നത്. ഈ സന്ദേശത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ സഹോദരന്മാരുടെ ഇടയിലൂടെ കടന്നോളണം. രണ്ടും കൂടി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ലോത്തെ, നിനക്ക് നിന്റെ ഭാര്യയെയും അതോടൊപ്പം തന്നെ ഇതാ ദൈവം തരുന്ന രണ്ടും കൂടി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഭാര്യ നിന്റെ കൂടെ വരണം, ഗ്ലോറി, അല്ലെങ്കിൽ നീ അവളുടെ കൂടെ പോകുന്നത് നിർത്തണം. രണ്ടിലേതെങ്കിലും നടക്കണം, ഗ്ലോറി. ഇത് എല്ലാ വിഷയങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ സമാധാനം അല്ല വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നേ. ഗ്ലോറി. ഇതാ കുടുംബത്തിൽ അപ്പൻ മകനെതിരെ, അമ്മായി അമ്മ മരുമകൾക്കെതിരെ, ഇതാ കുടുംബത്തിൽ തന്നെ പരസ്പരം ഛിദ്രിച്ചിരിക്കും. കാരണം രണ്ടുപേരുടെ യാത്ര രണ്ടും രണ്ടിടത്തേക്കാണ്. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം ഇവിടെ ഭൗതിക കുടുംബങ്ങളുടെ ഉള്ളില് ഒരു ഛിദ്രം ഉണ്ടാകും. കാരണം ഓരോരുത്തരും പിടിക്കും, ഞാൻ എന്റെ ദർശനത്തിലേക്ക് വരണം. ചിലർക്ക് സ്വർഗീയമായതിനെ സ്നേഹിച്ചിട്ട് അവർ അതിലേക്ക് പിടിക്കും, എന്നാൽ മറ്റവർ ഭൗതികമായതിനെ സ്നേഹിച്ച് അതിലേക്ക് പിടിക്കും. ഇവിടെയാണ് രണ്ടും രണ്ടായി മാറുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഇതാണ് ബ്രദറൻ, സഹോദരന്മാരുടെ ഇടയിലൂടെ കടന്നു പൊക്കോളണം, അവരുടെ അവകാശമല്ല നിനക്ക്. ശ്രദ്ധിച്ചേ, അബ്രഹാമിനാണ് വാഗ്ദത്തം. ഗ്ലോറേ, ഭൂമിയെ ശാശ്വതമായി അവകാശമായിട്ട് കൊടുത്തിരിക്കുക. ഇനി അബ്രഹാമിന്റെ മകനാണ് ഐസക്ക്. ശ്രദ്ധിച്ചേ, ഐസക്കിന്റെ മക്കളാണ് ഏശാവും യാക്കോബും. 2 മക്കളാ, ഒരപ്പൻ, 2 മക്കളാ. പക്ഷെ രണ്ടിന്റെയും ദർശനം രണ്ടും രണ്ടാ. ദർശനം രണ്ടും രണ്ടാ. ഒരപ്പനാ ഭൗതിക തലത്തിൽ, പക്ഷെ ആത്മീക ഭൂമിയിലേക്ക് വരുമ്പോൾ രണ്ടിന്റെ ദർശനം രണ്ടും രണ്ടാ. യാക്കോബിന് ബർത്ത് റൈറ്റ് ഇല്ല, ഏശാവിന് ബർത്ത് റൈറ്റ് ഉണ്ട്. ഗ്ലോറി. ഹലോ, ശ്രദ്ധിച്ചേ. ഇവിടെ ബർത്ത് റൈറ്റ് ഇല്ലാത്തവന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? എനിക്ക് എങ്ങനെയെങ്കിലും ബർത്ത് റൈറ്റ് കിട്ടണോ എന്ന ആഗ്രഹം. പക്ഷെ ബർത്ത് റൈറ്റ് കിട്ടിയവന് ഇതിന് ഒരു വിലയും അവൻ കൊടുക്കുന്നില്ല, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യാത്രയില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ ഇവർ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നമുക്ക് പഠിക്കുമ്പോൾ, ഇവർ ഓരോരുത്തരും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെതായ ആ പ്രവൃത്തിയിൽ, അബ്രഹാമത്തെ നോക്കിയേ, ഇവരുടെ പിതാവായ അബ്രഹാം വാഗ്ദത്തം ലഭിച്ച വ്യക്തി. ഈ വാഗ്ദത്തം ലഭിച്ച വ്യക്തി ഇതാ ദൈവം പറഞ്ഞു, ആ ദൈവത്തെ കണ്ണടച്ച് വിശ്വസിച്ചു, നിന്റെ ഏകജാതനായ പുത്രനമായിട്ട് തരിക. കണ്ണടച്ച് വിശ്വസിച്ചു. ഇതാ ആ ഐസക്കിനെ യാഗമായി കൊടുക്കുവാനായിട്ട് താൻ തയ്യാറായി അതിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഗ്ലോറി. ഇനി നമുക്ക് അവിടെ കാണാൻ കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ രൂപം എന്ന് പറയുന്നത്, ഈ സംഭവം എന്ന് പറയുന്നത്, പ്രിയരെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇതാ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന്റെ ഒരു ഭാഗവും കൂടെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് പിതാവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ ജീവിതം, താൻ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് തന്റെ ജീവിതം യാഗമാക്കുവാനായിട്ട് യേശു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഗ്ലോറി. ഇനി നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഐസക്കിന്റെ ജീവിതവും, ഐസക്കിന്റെ ജീവിതത്തിൽ ചെറുപ്പക്കാരനായ ഒരു യുവാവ, ഒരു 18-20 വയസ്സുണ്ടാകും. ഈ അബ്രഹാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറോട്ട് 120 വയസ്സുള്ള വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു കാവനാണ്. ശ്രദ്ധിച്ചേ, ഈ സമയത്ത് നമുക്ക് ഐസക്കിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നത്, യഥാർത്ഥത്തിൽ ഒരു പിതാവ് പറയുകയാണ് അവസാനം മോളിൽ ചെന്നപ്പോ, നിന്നെയാണ് കൊല്ലാനായിട്ട് ദൈവം പറഞ്ഞ്, നിന്നെയാണ് യാഗം കഴിക്കാൻ പറഞ്ഞ്. ഉടനെ തലേന്ന് എന്താ ഈ വേറെ കിടന്ന് താഴെ കളഞ്ഞിട്ട്, നിങ്ങളാണോ അപ്പൻ? ശരിയാണോ? ചോദിക്കത്തില്ല. നിങ്ങളാണ് അപ്പൻ? ഇങ്ങനെയാണോ അപ്പന്മാര്? നിങ്ങൾ ഏത് ദൈവത്തെയാ സേവിക്കണേ? എനിക്ക് ആ വെളിപ്പാടില്ലായിരുന്നല്ലോ ഇത്രയും നാളും എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയേനെ. ഗ്ലോറി. മാത്രമല്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുന്ന ഒരു കളവൻ വേണമെങ്കിൽ ഒരെ അടിയടിച്ച് താഴെ ഇടുവും. ഗ്ലോറി. ഹല്ലേലൂയ.
അപ്പൊ പ്രിയ ദൈവത്തിന് നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കുഞ്ഞുങ്ങൾ, ഞാൻ ഒരിക്കൽ ദോഹയിൽ പോയപ്പോൾ അവിടെ ഒരു സ്കിറ്റ് കാണുവാനായിട്ട് ഇടയായി. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ ആ സ്കിറ്റില് അവിടെ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് അബ്രഹത്തെയും ഐസക്കിനെയും അവതരിപ്പിച്ചിട്ട് അവസാനം യാഗം കഴിക്കാൻ പോവുക. യാഗം കഴിക്കാൻ പോകുമ്പോൾ അവസാനം പോണ വഴിക്ക് ഈ കാര്യങ്ങൾ അവതരിച്ചപ്പോൾ ഉടനെ തന്നെ ഐസക്കിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഐസക്കിന് കൈ കിട്ടിയത് ക്രിക്കറ്റ് ബാറ്റായിരുന്നു. ഒറ്റ അടി അബ്രഹത്തോട്ട്. കാരണം തന്നെ കൊല്ലാൻ പോവുക. അപ്പൊ ഇതേപോലത്തെ മക്കളാ. ഇന്നലെ ഞാനൊരു ദയനീയമായ ഒരു സംഭവം കേട്ടു. ഞാൻ ആ വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നതാണ്. ഒരു വ്യക്തി, അദ്ദേഹം, ഞാൻ ചിന്തിക്കുന്ന ഒരു 10 വർഷത്തിന് 15 വർഷം എൻ്റെ ഇടയിലായിട്ടുണ്ട്. ഈ സമയത്ത് ആ വ്യക്തിയുടെ വീട്ടിൽ ഞാൻ സുവിശേഷം അറിയിക്കാൻ ചെന്നു. എഴുന്നേൽക്കുവാൻ കഴിയാതെ അരഭാഗം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ സുവിശേഷം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരല്പം റിലക്റ്റൻ്റ് ആയിട്ട് സുവിശേഷം സ്വീകരിക്കാതെ അദ്ദേഹം മൂവ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുണ്ടായിരുന്നു, ഒരു ആൺകുഞ്ഞ്. ആ ആൺകുഞ്ഞുമായിട്ട് സംസാരിച്ച് കളിതമാശയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോന്നു. കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി, ഇതാ ആ ആൺകുഞ്ഞ് അവൻ വളർന്നു വലുതായി, അവൻ അപ്പനെ വെട്ടിക്കൊന്നു. ഇന്നലെ കേൾക്കുവാനിടയായി അപ്പനെ വെട്ടിക്കൊന്നു. ഇതാ എൻ്റെ അകത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത, അമ്മയെയും വെട്ടി, അമ്മ ആശുപത്രിയിലാണ്. പെട്ടെന്ന് വന്നൊരു ചിന്ത, അന്ന് ഈ വ്യക്തി ഈ സുവിശേഷം പറഞ്ഞപ്പോൾ ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ, ആ മകനെ വളർത്തി പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി ഗ്ലോറി. അന്ന് ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞുങ്ങൾ നന്മയായി പോയേനെ. ഗ്ലോറി. ആ ഒരു ദുരന്തം ആ കുടുംബത്തിൽ വരത്തില്ല. അപ്പോ ഇത് കേട്ടിരുന്ന ഒരു വ്യക്തി പറയുക, അവരുടെ ഭൗതിക എല്ലാ ഭാവിയൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു, എന്തു ഭാവി ഉറപ്പിച്ചു? ഈ മാതാപിതാക്കന്മാർ ഉറപ്പിക്കുന്ന ഭാവി ഈ ഭൂമിയിലെ ഈ മണ്ണിലുള്ള ഭാവി മാത്രം ഉറപ്പിക്കുന്നേ. അത് ഭോഷത്വമാണ്. ഈ മക്കളുടെ യഥാർത്ഥ ഭാവി എന്ന് പറയുന്നത് അവരുടെ നിത്യമായ കുടുംബത്തിലെ ഭാവിയാണ്. അല്ലാണ്ട് ഇവിടത്തെ ഭാവി മാത്രം ഉറപ്പിച്ചൊരു എഞ്ചിനീയറാക്കി, ഒരു ഡോക്ടറാക്കി, ഒരു പൈലറ്റാക്കി കുഞ്ഞെ നീ അവരെ മാറ്റി, നല്ല കാര്യം. പക്ഷേ അടുത്ത നിമിഷം അവരെ നിന്നെ വെട്ടിക്കൊല്ലുകയാ. മാത്രമല്ല, ഈ ഭാവി കൊണ്ട് നിത്യമായ ഭാവിയിൽ എന്തുപയോഗം? ഇത് താൽക്കാലികമായ ഒരു അല്പനാളത്തേക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. ഇവിടെ ഗ്ലോറി. നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല ഭാവി എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക, തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. പഠിക്കാതിരിക്കുന്നതിന് മാത്രമല്ല, ഇതാ ശ്രദ്ധിച്ചേ, ഇതാ എൻ്റെ മോൾ ഇവിടെ ഉണ്ട്. ഇതാ പഠിക്കാതിരിക്കുന്ന കാര്യം പറയുമ്പോ ഞാൻ ആ ഉപദേശിക്കാറേ ഉള്ളൂ. പക്ഷെ ദൈവഭക്തിയിൽ കുറവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വടിയെടുക്കും. എന്റെ കുഞ്ഞിനറിയാം ദൈവഭക്തിയിൽ, കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് അതാ. ഇവിടെ കുഞ്ഞെ നീ ഇത്തിരി പഠിത്തത്തിൽ കുറവാണെങ്കിലും അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കത്തില്ല. പക്ഷെ ദൈവഭക്തിയിൽ നീ കുറഞ്ഞു പോയാൽ അത് എനിക്ക് വലിയ കുറവുണ്ടാക്കും, നിന്റെ ജീവിതത്തിൽ വലിയ കുറവുണ്ടാക്കും. ഗ്ലോറി. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിനറിയാം. അപ്പോ എന്റെ മകനെ വിളിച്ചാലും ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്ന, കുഞ്ഞെ ഇന്ന് ദൈവം നിന്നോട് എന്നാ സംസാരിച്ചേ? എനിക്ക് അതാ അറിയണ്ടേ. അപ്പൊ ആ ഒരു തലത്തിൽ കുഞ്ഞുങ്ങൾ വളരണം. കാരണം അവിടെ നമുക്ക് അവർ ആയിരിക്കുന്ന ദൂരസ്ഥലത്ത് ചെല്ലാൻ പറ്റില്ല. പക്ഷെ ദിവസവും ദൈവവുമായിട്ട് അവർക്കൊരു ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യും, അവരെ നയിക്കും, നടത്തും. നമുക്ക് അവരെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ആ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അവസാനം എത്ര ദയനീയമാ ആ കുഞ്ഞിന്റെ വെട്ടുകൊണ്ട് മരിക്കുക എന്നുള്ളത്. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഐസക്ക് ഇതേപോലെ വളർന്ന ഒരു മകനല്ല, പകരം അബ്രഹാമിനാൽ വളർത്തപ്പെട്ടവനാ. മോളിൽ ചെന്ന് ഇതാ കാര്യങ്ങൾ അറിയിച്ചപ്പോ, മോനെ നീയാണ് യാഗവസ്തു എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരനായ യുവാവ് യേശുവിന്റെ നിഴലാ. ഇതാ അങ്ങയുടെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങയുടെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ഈ ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ യാഗമാക്കുന്നു. ആ വ്യക്തി എന്തിനറിയാമോ? ആ യാഗപീഠത്തിൽ കയറി ഞാൻ കിടന്നു കൊടുത്തു. യേശു കുരിശിൽ കിടന്നതുപോലെ യാഗപീഠത്തിൽ കയറി കിടന്നു കൊടുക്കുകയാണ്. അമ്മേ, ഇത് പ്രിയരെ ആ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നതിന്റെ തുല്യം. ഗ്ലോറി. ഇവരൊക്കെ എന്താ ചെയ്യണേ? താൽക്കാലികമായത് വിറ്റിട്ട് നിത്യമായത് വാങ്ങുകയാണ്. അല്ലാണ്ട് നിത്യമായത് വിറ്റ് താൽക്കാലികമായത് വാങ്ങുകയല്ല ഇവരൊക്കെ ചെയ്യുന്നത്. അബ്രഹാം നോക്ക, തനിക്ക് തന്റെ ഭയങ്കര സ്നേഹിക്കുന്ന കുഞ്ഞാ, ഒറ്റ കുഞ്ഞേ ഉള്ളൂ. പക്ഷേ നിത്യമായതിനു വേണ്ടി താൽക്കാലികമായത് കൊടുക്കാൻ തയ്യാറാ. ഐസക്കിനെ നോക്ക്, നിത്യമായതിനു വേണ്ടി താൽക്കാലികമായത് കൊടുക്കാൻ തയ്യാറാ, തന്റെ ജീവനെ കൊടുക്കാൻ തയ്യാറാ. ഗ്ലോറി. ഇതാ അടുത്തയാള് ഏശാവ് ജേക്കബിനെ നോക്ക്.
ഇതാ ഏശാവ് ഇരിക്കുന്നു. ജേക്കബ് എന്താ ചെയ്യുന്നേ? തന്റെ കനിക്ക് വേറെ കഴിവൊന്നുമില്ല, അപ്പൊ കുക്ക് ചെയ്യാൻ അറിയാം. ആ കുക്ക് ചെയ്ത പായസം താൽക്കാലികമാ, ഒരു നേരത്തെ വിശപ്പടങ്ങുള്ളൂ. പക്ഷേ ഏശാവിന്റെ കയ്യിലുള്ള ബർത്ത് റൈറ്റ് ആ കയ്യിലുള്ള എന്ത് ചെയ്യുന്നറിയാമോ? താൽക്കാലികമായ പായസം കൊടുത്തിട്ട് അവൻ ആ ബർത്ത് റൈറ്റ് ഇങ്ങ വാങ്ങി. ഇതാ നമ്മളും ചെയ്യേണ്ടേ. ദൈവത്തിന്റെ വചനം പറയുന്നു, തനിക്കുള്ളതെല്ലാം വിറ്റ് സ്വർഗരാജ്യത്തെ അവർ അവകാശമാക്കി നിത്യമായത് വാങ്ങുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ആ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ് സ്വർഗരാജ്യം. അത് ഒളിച്ചിരിക്കുക, എല്ലാവർക്കും കാണിക്കത്തില്ല, എല്ലാവർക്കും കാണാനും പറ്റില്ല. ലോക ദർശനം പോയാലേ അത് കാണാൻ പറ്റൂ. ലോകം കൊണ്ടാണ് ഒളിപ്പിച്ചിരിക്കുന്നേ, അത് പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി കണ്ടു കഴിഞ്ഞാലോ ചുമ്മാ കിട്ടുമോ? അല്ല, തനിക്കുള്ളതെല്ലാം വിറ്റ് അവരത് വാങ്ങി. ഗ്ലോറി ടു ഗോഡ്. അപ്പോ ഇതാ ഈ യാക്കോബ് എന്താ ചെയ്തേ? യാക്കോബിന് അതില്ല, തന്റെ താൽക്കാലികമായതേ ഉള്ളൂ. പക്ഷെ താൽക്കാലികമായത് വിറ്റ് നിത്യമായത് വാങ്ങി. ഇതാണ് പ്രിയ സഹോദരങ്ങളെ സുവിശേഷം. ആദ്യം യഹൂദനുള്ളതാ, പിന്നെ യവനനുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയാണ്, പൗലോസ് പറയാ, സുവിശേഷം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. ഗ്ലോറി. എന്നാൽ യേശാവ് അതിനെ തള്ളിയതുപോലെ നിങ്ങൾ അതിനെ തള്ളിയത് കൊണ്ട് ഞങ്ങൾ യാക്കോബിലേക്ക് അല്ലെങ്കിൽ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് ഒരു ഭാഷ അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്ലോറി. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? യേശാവേ, നിനക്കാണ് ബർത്ത് റൈറ്റ്, പക്ഷെ നീ അത് തള്ളിയത് കൊണ്ട് യാക്കോബിന് അത് കിട്ടി. ഗ്ലോറി. ഇന്ന് ഇതാ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് ജാതികളായ നമുക്ക് ദൈവരാജ്യം ലഭ്യമാകുവാനായിട്ട് ഇടയായി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇവിടെ ഈ യാക്കോബ് എന്താ ചെയ്യണേ? താൽക്കാലികമായത് വിറ്റ് നിത്യമായത് വാങ്ങുകയാ. ഇനി നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാന്ന്, ഇതും യേശുക്രിസ്തുവിന്റെ ഒരു നിഴല. യേശുക്രിസ്തു എന്താ ചെയ്യുന്നേ? ഇതാ യേശുക്രിസ്തു ഇങ്ങനെ വിറ്റ് വാങ്ങുകയാ. എന്താ വിറ്റ്? തന്റെ ഭൂമിയിലെ ജീവിതം, തന്റെ രക്തം കൊടുത്തിട്ട് നിത്യമായതിനെ വാങ്ങുക, സഭയെ വാങ്ങുകയാ. ഗ്ലോറി. ഇതുകൊണ്ട് ദൈവവചനം എഴുതിയിരിക്കുന്നത്, ഇതാ ക്രൂശിൽ വെച്ച് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ താൽക്കാലികമായത് കൊടുത്ത് നിത്യമായത് വാങ്ങുക. ഇതാണ് യേശുക്രിസ്തുവിന്റെ ആ മെത്തേഡ്. ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ താഴേക്ക് വരുമ്പോ യേശാവിന്റെ മക്കൾ, അതായത് ഇതാ ജേക്കബിന്റെ മക്കളുണ്ട്. അതിൽ പെട്ടതാണൊന്ന് ലേവി. ഈ ലേവിയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ, ഇതാ അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തിന് അനിഷ്ടമായി പ്രവർത്തിച്ചപ്പോ മോശ പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, വളരെ ദേഷ്യത്തോടെ, ദൈവത്തിന്റെ ഭാഗത്തുള്ളവൻ ആരുണ്ട്? ദൈവത്തിന്റെ ഭാഗത്തുള്ളവൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ലേവിയ മാത്രം ഇങ്ങോട്ട് മാറി, വേറെ ആരും വന്നില്ല. ഉടനെ ദൈവത്തിന്റെ കൽപ്പന മോശയ്ക്ക് കിട്ടുകയാണ്, വാളെടുക്കാൻ പറ, സഹോദരന്മാരുടെ നേരെ വെട്ടാൻ പറയാൻ പറഞ്ഞു. ലേവ്യ വാളെടുത്തു, സഹോദരന്മാരെ വെട്ടി. അനുസരിക്കാത്ത സഹോദരന്മാരെ വെട്ടി. ദൈവവചനം പറയുന്നു, അന്ന് 3000 പേര് താഴെ വീണു. 3000 പേര് താഴെ വീണു. ദൈവം അവനോട് പറഞ്ഞു, എന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു. എന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ നിന്നെ ആക്കിയിരിക്കുന്നു. കാരണം ഞാനൊരു ആലോചന പറയുമ്പോൾ സഹോദരന്മാരുടെ മുഖം നോക്കാതെ എന്റെ മുഖം നോക്കി ആലോചന അനുസരിക്കുന്ന നിന്നെ ഞാൻ എന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവരൊക്കെ എന്താ ചെയ്തെന്നറിയാമോ? ദൈവകൽപ്പന അനുസരിക്കാൻ വേണ്ടി താൽക്കാലികമായത് പലതിനെയും വിട്ടുകളയാൻ തയ്യാറായിരുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ നിന്റെ സഹോദരന്മാരുടെ ഇടയിലൂടെ കടന്നു പോകണം. കാരണം നിന്റെ സഹോദരന്മാരുടെ അവകാശമല്ല, ശരീര പ്രവൃത്തിയിലെ അവകാശമല്ല നിനക്ക് നിത്യമായ അവകാശമാണ്. നിത്യമായ അവകാശം ആ കനാനിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മളിൽ. പ്രിയരെ, ഈ യാത്രയിൽ ഈ സന്ദേശം ലഭ്യമാകുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഗ്ലോറി ടു ഗോഡ്. കുടുംബങ്ങളുടെ ഉള്ളിൽ ഛിദ്രമുണ്ടാകും. കാരണം ഇതിന്റെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ വന്നത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ഈ ഹോളിൽ, ഈ ശബ്ദപരിധിയിലുള്ള എല്ലാവരും മനസ്സിലാക്കുക, കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് ഒരേ ദർശനത്തിൽ പോവുക. ദർശനത്തിൽ പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഒരേ ദർശനത്തിൽ പോകുവാൻ മണ്ണെ പ്രതി മാണിക്യത്തെ വിട്ടുകളയരുത്.
മാണിക്യത്തെ പ്രതി വേണമെങ്കിൽ മണ്ണെ വിട്ടുകളയാം, മണ്ണെ പ്രതി മാണിക്യത്തെ വിട്ടുകളയരുത്. അതായത് ലോകത്തിന് വേണ്ടി സ്വർഗരാജ്യത്തെ വിട്ടുകളയരുത്, സ്വർഗരാജ്യത്തിന് വേണ്ടി വേണമെങ്കിൽ ലോകത്തെ വിട്ടുകളയാം. അത് നിങ്ങൾക്ക് ഒരു ആരുടെ അഡ്വാൻറ്റേജ് ആയിരിക്കും? ഗ്ലോറി, അത് നിങ്ങളെ വർദ്ധിപ്പിക്കാനിടയാകും. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വർധന ഉണ്ടായതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ദുബായ് ഓഫീസ് 5 വർഷം കൊണ്ട് ഞാൻ വളർത്തിയെടുത്തതാ. ഒരിക്കൽ അത് വിട്ടുകളയേണ്ട ഒരു ആവശ്യം വന്നപ്പോ ഇതാ മാണിക്യത്തെ പ്രതി മണ്ണെ വിട്ടു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് അനുസരണത്തിന്റെ ഒരു ടിക്കായിട്ട് അത് എടുക്കുവാനായിട്ട് ഇടയായി. എൻ്റെ ജീവിതത്തിൽ അത് നന്മയായി തീരുവാനായിട്ട് ഇടയായി. അതുപോലെ പല പല സംഭവങ്ങൾ എൻ്റെ പുസ്തകത്തിൽ പലത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നമുക്ക് ദൈവം വരം നൽകി. ഗ്ലോറി, ഹല്ലേലൂയ. ലോത്ത് വിട്ടുപോയതിനു ശേഷം അബ്രഹത്തോട് പറഞ്ഞതുപോലെ അനുസരണം കേട്ട ഇസ്രായേൽ മക്കൾ 40 വർഷം കൊണ്ട് മരുഭൂമിയിൽ പെട്ടുപോയപ്പോൾ അനുസരിക്കുന്നവരോട് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു. പ്രിയരെ, ഇത് ഉപയോഗിക്കുക, ഇതിനെ കളയാതെ സൂക്ഷിക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. നമ്മുടെ ഭൂമിയിലെ ജീവിതം ഒരു അല്പനേരമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ മണ്ണ് കൊണ്ടുള്ള ഉടുപ്പിട്ടിട്ട് നാം നമ്മുടെ പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഫാമിലിയായല്ല, നാം ഓരോരുത്തരും ദൈവ സന്നിധിയിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് അവനവന്റെ പാത്രത്തെ നേടിക്കൊള്ളുക. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പാകട്ടെ. മനുഷ്യനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, എന്നാൽ പരിപൂർണമായും ദൈവത്തെ അനുസരിക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവരാജ്യത്തിന്റെ സന്ദേശം എല്ലാവർക്കും ഉള്ളതല്ല, അവകാശം എല്ലാവർക്കും ഉള്ളതല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവകാശങ്ങൾ. ഗ്ലോറി ടു ഗോഡ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, അപ്പാ എന്നെ ഇതിന് തെരഞ്ഞെടുത്തല്ലോ, നന്ദി അപ്പാ. എന്നെ ഇതിനെ തെരഞ്ഞെടുത്തല്ലോ അപ്പാ, നന്ദി അപ്പാ. എൻ്റെ ഉള്ളിൽ ഇനിയും ലോകത്തിൻ്റെതായ ദർശനം ഉണ്ടെങ്കിൽ എടുത്ത് കളയണേ അപ്പാ. വ്യസനത്തിലുള്ള മാർഗം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അങ്ങ് നോക്കി ശാശ്വതമായ വഴിയിലേക്ക് എന്നെ നയിക്കണേ അപ്പാ. ഓരോ വ്യക്തികളും പ്രാർത്ഥിച്ചാട്ടെ. അപ്പച്ചാ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ ശബ്ദപരിധിയിലുള്ള, കാഴ്ച പരിധിയിലുള്ള എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ അങ്ങ് തന്ന ഈ മഹാഭാഗ്യം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വകീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പാ, അബ്രഹാം ഇതാ തനിക്ക് വിലയേറിയ മകനെ താൽക്കാലികമായതാണ് അത് കൊടുത്ത് ഇതാ നിത്യമായി അങ്ങ് അനുസരിക്കുവാൻ തീരുമാനിച്ചു. ഐസക്ക് തന്റെ ജീവൻ താൽക്കാലികമായതാണ്, അത് കൊടുത്ത് നിത്യമായി അങ്ങ് അനുസരിക്കുവാൻ തീരുമാനിച്ചു. യാക്കോബ് തനിക്ക് ഉള്ളത് താൽക്കാലികമാണ്, പക്ഷെ അത് കൊടുത്ത് ആ നിത്യമായത് സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ലേവി ഇതാ നിത്യമായ ദൈവത്തെ അനുസരിക്കുവാൻ, തന്റെ സഹോദരന്മാർക്കെതിരെ മൂവ് ചെയ്യുവാൻ താൻ തീരുമാനിച്ചു. താൽക്കാലികമായത് വിട്ടുകളയുവാൻ തീരുമാനിച്ചു. പിതാവേ, ആ നല്ല മാതൃകകൾ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് പറഞ്ഞു, സമാധാനമല്ല വാളത്ര ഞാൻ വരുത്തുവാൻ വന്നത്. കുടുംബത്തിൽ വ്യക്തികൾ പരസ്പരം ചിദ്രിച്ചിരിക്കും. കർത്താവ്, ഇവരെല്ലാം താൽക്കാലികമായത് വിറ്റ് നിത്യമായത് വാങ്ങി. എന്നാൽ ഞങ്ങൾ ആര് യൂദാസിനെ പോലെ നിത്യമായ അങ്ങയെ വിറ്റ് പൈസ ഉണ്ടാക്കുവാൻ, താൽക്കാലികമായത് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നവരാകരുതേ. ഞങ്ങൾ ആരും പൈസയ്ക്ക് ആഗ്രഹമില്ലാത്ത അനന്യ സഫീറയെ പോലെ അങ്ങയെ വിറ്റ് പ്രശസ്തി നേടുവാൻ, നിത്യമായതിനെ വിറ്റ് പ്രശസ്തി നേടുവാൻ ആ വഴിയിൽ ആരും പോകുവാൻ ആഗ്രഹിക്കരുതേ. കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങളെല്ലാം അബ്രഹാമിനെ പോലെ, യേശുവിനെ പോലെ താൽക്കാലികമായത് വിറ്റ് നിത്യമായത് വാങ്ങുവാൻ ഇടയാക്കണമേ. ഈ ജനത്തെ ഇതിനായി അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
നിത്യ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കട്ടെ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സീയോൻ യാത്രയതിൽ മനമേ